നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് വൈകിപ്പിച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി. 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിച്ചാൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഗവർണർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. വിശദാംശങ്ങൾ വിനീത. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി 10 ബില്ലുകൾ നീക്കിവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി അത് നിയമവിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഗവർണർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ബില്ല് തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാനോ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ 1 മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി നിരീക്ഷണമുണ്ട്. 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കേണ്ടതാണെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിനനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞു വെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിച്ചാൽ ഇക്കാര്യത്തിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് യാതൊരു വിവേചനാധികാരവും ഇല്ല എന്നുള്ളതാണ് ഈ കേസിൽ കോടതിയുടെ നിരീക്ഷണവും വന്നിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് വൈകിപ്പിച്ചതിനെതിരെ ഗവർണർ RN രവിക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഈ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അച്യുതൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, സുപ്രീം കോടതി തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, ഈ ഹർജി പരിഗണിച്ച ഘട്ടം മുതൽ തന്നെ തമിഴ്നാട് ഗവർണർ TN രവിക്കെതിരെ സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ആ ഘട്ടത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ഗവർണർ TN രവിയോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതിനുശേഷമാണ് ഇതിൽ ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ച് ഇതിൽ ഉത്തരവ് പറയാൻ മാറ്റിയതും ഇന്ന് ആ ഉത്തരവ് പറഞ്ഞതും. ഇതിൽ തുടക്കം മുതൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞത് നിരവധി ചോദ്യങ്ങളിലാണ് നമ്മൾ പരിഹാരം കണ്ടിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 200 അതെങ്ങനെ ഗവർണർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് ഈ നിലവിൽ ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രകാരം ആർട്ടിക്കിൾ 200 അത് പരിഗണിച്ചുകൊണ്ട് ഗവർണർക്ക് മുന്നിൽ 3 ബില്ലിന്മേൽ തീരുമാനമെടുക്കാൻ 3 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, നൽകുന്ന ബില്ലിന് അനുമതി നൽകുക, അല്ലെങ്കിൽ അനുമതി നിഷേധിക്കുക, തുടർന്ന് ബില്ല് വീണ്ടും നിയമസഭയ്ക്ക് തന്നെ തിരികെ പോകും. 3, ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുക. ഇങ്ങനെ 3 ഓപ്ഷനുകളാണ് ഗവർണർക്ക് മുൻപിലുള്ളത്. ഇനി ഈ ബില്ല് ഒരുപക്ഷെ മടക്കി അയച്ചാൽ അത് വീണ്ടും പാസ്സാക്കി ഗവർണർക്ക് മുൻപിലേക്ക് ആ ബില്ല് വന്നാൽ ആ ബില്ല് തടഞ്ഞു വയ്ക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാനോ ഗവർണർക്ക് അവകാശമില്ല എന്നുകൂടി സുപ്രീം കോടതി ഇന്ന് ഈ ഉത്തരവിലൂടെ പറയുന്നുണ്ട്.